പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരു പുത്തൻ പുലരി കൂടി, പുതിയ പ്രഭാതം കൂടി കർത്താവ് നമുക്ക് ദാനം ചെയ്തു. ഇന്നലെ കിടന്നുറങ്ങിയ അനേകര് ഇന്ന് രാവിലെ പ്രഭാതം കാണാൻ കഴിയാതെ പോയപ്പോൾ ദൈവം ചില നിയോഗങ്ങൾ, ചില ഉത്തരവാദിത്തങ്ങൾ, ചില ശുശ്രൂഷകൾ ബാക്കിയുള്ളത് കൊണ്ട് നമ്മെ ആയുസ്സോടെ, ആരോഗ്യത്തോടെ ബലപ്പെടുത്തി ദൈവസന്നിധിയിൽ വിശ്വസ്തരാകുവാൻ നമ്മളെ നിയമിച്ചാക്കിയിരിക്കുന്നതുകൊണ്ട് കർത്താവിനോട് നന്ദി പറഞ്ഞ്, കർത്താവിന് നന്ദി കരയറ്റിക്കൊണ്ട് ഈ പ്രഭാതം നമുക്ക് ആരംഭിക്കുവാൻ തക്കവണ്ണം ഒരു വേദവചനം, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37 അധ്യായം അതിൻ്റെ 6 വാക്യം, Psalms chapter 37 verse 6 വായിച്ചു കേൾപ്പിക്കുന്നു. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. നമുക്കറിയാവുന്ന, കേട്ടിട്ടുള്ള വാക്കുകളാണ്. 37 സങ്കീർത്തനം നന്നായിട്ട് അറിയാം. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് ദാവീദ് പറയുമ്പം ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയാം, ഒരു കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ മനസ്സിനകത്ത് നിന്ന് സ്വന്തമായി തോന്നുന്ന ഒരു പരാതി, ഒരു 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 നമുക്ക് മാനസികമായി തോന്നുന്ന ഒരു ബുദ്ധിമുട്ടിനകത്തിൽ നിന്ന് വരുന്ന ഒരു പാട്ടാണ്, ദാവീദിൻ്റെ പാട്ടാണ് 37 സങ്കീർത്തനം. അതിനകത്ത് തുടങ്ങുന്നത് ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം നീ മുഷിയരുത്, നീതിയേട് പ്രവർത്തിക്കുന്നുണ്ട് അസൂയപ്പെടുകയും അരുത് എന്ന് പറഞ്ഞാണ്. എന്ന് പറഞ്ഞാൽ ദുഷ്പ്രവർത്തിക്കാരെ കണ്ടിട്ട്, നീതിയേട് പ്രവർത്തിക്കുന്നവരെ കണ്ടിട്ട് അവർ വളരുന്നതും നമ്മൾ നീതിയോടെ ജീവിക്കുന്നത് താന്നു പോകുന്നതും തളർന്നു പോകുന്നതും കാണുമ്പം അവർക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് പറയുന്ന മാനസികമായിട്ടൊരു കംപ്ലൈൻറ്റ്. അപ്പം നീതിയോടെ ജീവിക്കുന്ന, കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന, ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുന്ന നമുക്ക് വിലയില്ലേ എന്ന് തോന്നുമ്പം അതിൻ്റെ അവസാനത്തിൽ, ഈ സങ്കീർത്തനത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ദാവീദ് തുടക്കത്തിൽ ആ സംഭവങ്ങൾ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം മുഴുവൻ മനസ്സിലാക്കി. അവരെങ്ങോട്ടാണ്, ദുഷ്ടന്മാർ എങ്ങോട്ടാണ് പോകുന്നത്, അഹങ്കാരികൾ പോകുന്നത് എങ്ങോട്ടാണ്, അത് പുല്ലുപോലെയാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട്, മനസ്സിലാക്കിയ ശേഷം പാടുന്ന പാട്ടായതുകൊണ്ടാണ് ഇത് പറയുന്നത്. ആ ഹൃദയത്തിനകത്ത് തോന്നിയ സങ്കടത്തിൻ്റെ, വേദനയുടെ മുഴുവൻ ഭാരം ഇറക്കി വെക്കുന്നൊരു പാട്ടാണ്. അതുകൊണ്ടാണ് തുടങ്ങുന്ന വാക്ക് ദുഷ്ടന്മാരുടെ നിമിത്തം നീ മുഷിയരുത്, ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതിയേട് പ്രവർത്തിക്കുന്നവരുടെ അസൂയപ്പെടരുത്. അവരൊക്കെ ഉണ്ട് അവിടെ. അവർ വന്ന് പുല്ലുപോലെ വേഗത്തിലുണങ്ങി പൂച്ചെടി പോലെ വാടിപ്പോകുന്നു. എന്നാൽ അതിൻ്റെ അടുത്ത ബാക്കി, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും, നിന്റെ വഴി യഹോവയ്ക്ക് ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കാം, അവനത് നിവർത്തിക്കും. എന്നിട്ട് അടുത്ത വാക്ക്, അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. അതാണ് നമ്മൾ വായിച്ച വാക്ക്. അതിൻ്റെ താഴോട്ടുണ്ട്, മിണ്ടാതെ ദൈവം ഞാനെന്ന് അറിവീൻ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. എല്ലാം പോയി വിൽപ്പാൻ സമയം പോരല്ലോ. അപ്പോൾ ഈ എടുത്ത വാക്യത്തിനകത്ത് നിന്റെ നീതി പ്രഭാതം പോലെയും നിന്റെ ന്യായം മധ്യാഹ്നം പോലെയും പ്രകാശിക്കും. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തൊട്ട് മുമ്പുള്ള വാക്ക് വളരെ പ്രസക്തമാണ്. കാരണം എങ്ങനെയുള്ള ഒരു വ്യക്തിക്കാണ്, അപ്പോൾ 2 ഭാഗമായിട്ട് തുടക്കത്തിൽ തന്നെ തിരിച്ചിട്ടുണ്ട്. ദുഷ്പ്രവർത്തിക്കാർ ചെയ്യുന്ന ഒരു വിഭാഗം, നീതിയോട് ചെയ്യുന്ന ഒരു വിഭാഗം, അതിൻ്റെ ഇപ്പുറത്ത് നീതിയോടെ നിൽക്കുന്ന, ദുഷ്പ്രവർത്തി ചെയ്യാതെ നന്മ മാത്രം, സൽക്കർമ്മം മാത്രം ചെയ്ത് നിൽക്കുന്ന ഒരു വിഭാഗം. അപ്പോൾ ദുഷ്പ്രവർത്തിക്കാർ പെട്ടെന്ന് വളർന്നു പോകുന്നു, അത് പുല്ലുപോലെ. അപ്പോൾ ഇയാള് ദുഷ്പ്രവർത്തിക്കാരെ കണ്ട് അതിൻ്റെ അവസാനം വരെ എത്തി, അത് എവിടെ ചെന്ന് അവസാനിക്കുന്നു എന്ന് കണ്ടിട്ടാണ് ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം മുഷിഞ്ഞു പോകണ്ട, അത് കണ്ടിട്ട് അവരെ വിട്ടേക്ക്, ആ വഴിക്കങ്ങ് വിട്ടേക്ക്. നീതിയോട് പ്രവർത്തിക്കുന്നവർ അസൂയപ്പെടുകയും വേണ്ട, അവരെ ആ വഴിക്കങ്ങ് വിട്ടേക്ക്. എന്നാൽ നിനക്കൊരു ദൗത്യമുണ്ട്. നീതി പ്രവർത്തിക്കുന്ന, സൽക്കർമ്മം പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ നീതിക്കായി വിളിച്ചിരിക്കുന്ന, ദൈവത്തിന്റെ അടുത്ത് വിളിക്കപ്പെട്ടിരിക്കുന്ന നിനക്ക് വേദനയുണ്ട്, നിനക്ക് ചില സങ്കടമുണ്ട്. പ്രതീക്ഷിക്കുന്ന പോലെ ഉയർച്ച ഉണ്ടാകുന്നില്ല, പ്രതീക്ഷിക്കുന്ന പോലെ നിന്റെ സമയത്ത് നിനക്ക് മറുപടി കിട്ടുന്നില്ല, നീ പ്രതീക്ഷിച്ച സമയത്ത് നിനക്ക് മറുപടി കിട്ടുന്നില്ല, നമ്മൾ ആഗ്രഹിച്ച സമയത്ത് ചില വേദനകൾ മാത്രമാണ് ബാക്കി. ഒരു ആ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. ഒരു പ്രതീക്ഷയുടെ നാം അത് നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇല്ല കുഞ്ഞെ, നീ മടുത്തു പോകരുത്. ഒറ്റ വാക്കി പറഞ്ഞാതാ, നീ അവരെയും ഇവരെയൊക്കെ കണ്ട് ദുഷ്പ്രവർത്തിക്കാരെ നീതിയിടും, അവർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് നീ മടുത്തു പോകരുത്. നിനക്കൊരു ദൗത്യമുണ്ട്. ദേശത്ത് പാർത്ത് വിശ്വസ്തതയാചരിക്കാം. നീ ആയിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാം, ദേശത്ത് പാർത്ത് വിശ്വസ്തതയാചരിക്കാം, യഹോവയിൽ തന്നെ ആശ്രയിച്ചു കൊള്ളുക. അതായത് വാക്യത്തിനകത്തെ പ്രധാന കാര്യം. യഹോവയിൽ തന്നെ ആശ്രയിക്കുക.
ട്രസ്റ്റ് ഇൻ അവർ ലോഡ്, ട്രസ്റ്റ് ഇൻ അവർ ലോഡ്. ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു കാര്യത്തിന് വേണ്ടി, കാര്യസാധ്യത്തിന് വേണ്ടി ആശ്രയിക്കുന്നില്ല, മറിച്ച് കംപ്ലീറ്റ് ആയിട്ട്. ആ കംപ്ലീറ്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ നെബൂഖദ്നേസർ നിർത്തിയിരിക്കുന്ന ബിംബത്തിന്റെ ഇപ്പുറത്ത് നിന്ന്, ആ വിഗ്രഹത്തിന്റെ അടുത്ത് നിന്ന് ഒരു 3 ചെറുപ്പക്കാർ പറയുന്ന വാക്കുണ്ട്: രാജാവേ, നീ നിർത്തിയിരിക്കുന്ന ബിംബത്തിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും. ഇത് അവരുടെ സ്റ്റേറ്റ്മെന്റ്, വിശ്വാസ പ്രമാണം, അവരുടെ വിശ്വാസത്തിന്റെ ആധാരം. അടുത്തൊരു വാക്കുകൂടിയുണ്ട്, അത് കഴിഞ്ഞിട്ട് വിട്ടുകളയല്ലേ. അതാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. വിടുവിച്ചില്ലെങ്കിലും രാജാവ് നിർത്തിയിരിക്കുന്ന ബിംബത്തെ നമസ്കരിക്കും. ഇതൊരു നെഗറ്റീവ് അല്ല, മറിച്ച് ട്രസ്റ്റ് ചെയ്യുന്ന ദൈവത്തിൽ 100% ആശ്രയിച്ച് അവർ പറയുമ്പം ദൈവത്തിന് വിടുവിക്കാൻ കഴിയും. ഇല്ല, ദൈവം വിടുവിക്കാതെ ഞങ്ങൾ നിത്യതയിൽ എത്തിച്ചേരണമെന്നാണ് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നെങ്കിൽ അതിനും തയ്യാറാണ്. എന്നാലും ഞങ്ങൾ ആശ്രയിക്കുന്ന ദൈവത്തെ വിട്ടുകളയത്തില്ല. ഒരു താൽക്കാലികമായ ഒരു കാര്യത്തിന് വേണ്ടി ദൈവത്തെ വിട്ടുകളഞ്ഞ് ഈ വിഗ്രഹത്തെ നമസ്കരിക്കത്തില്ല. അതാണ്. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് ആണ്, അതാണ് ഒരു ഉറപ്പ്, അതാണ് ട്രസ്റ്റ്, അതാണ് ദൈവത്തെ ആശ്രയിക്കുന്നത്. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. എന്നിട്ട് പറയാ, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. അത് കഴിഞ്ഞിട്ടൊരു വാക്ക് പറയുന്നുണ്ട്, അത് ഇമ്പോർട്ടന്റ്. നിന്റെ വഴി യഹോവയ്ക്ക് ഫലമേൽപ്പിക്കുക, നിന്റെ വഴി യഹോവയ്ക്ക് ഫലമേൽപ്പിക്കുക, അവനത് നിവർത്തിക്കും. ഇത് കേൾക്കണം. നമ്മുടെ വഴി ഇത് കറക്റ്റാണ്, ഇത് പ്രോപ്പറാണ്, ശരിയാണ്. പക്ഷെ നീ വാഹനത്തിൽ യാത്രയും ആ വഴി യഹോവയ്ക്ക് സമർപ്പിച്ചേ. നിന്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ആ CV കൊണ്ട് കൊടുക്കും, ബയോഡേറ്റ കൊടുക്കുമ്പോൾ അത് യഹോവയ്ക്ക് സമർപ്പിച്ചേ. ഒരു ജോലി നിന്റെ ടെർമിനേറ്റ് ചെയ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് നീ ഇത് യഹോവയ്ക്ക് സമർപ്പിക്കുക. അടുത്തത് സ്റ്റെപ്പ് വെക്കുമ്പോൾ യഹോവയ്ക്ക് സമർപ്പിക്കുക. നീ പോകുന്ന വഴി, നീ വരുന്ന വഴി, അത് യഹോവയ്ക്ക് സമർപ്പിക്കുക. നിന്റെ വഴി എന്ന് പറഞ്ഞാൽ നിന്റെ സകല പ്രവൃത്തികളും യഹോവയ്ക്ക് സമർപ്പിക്കുക. നിന്റെ ചിന്ത പോലും കർത്താവിന് സമർപ്പിക്കുക, ആലോചന കർത്താവിനോട് ചോദിക്കുക. അതാ ട്രസ്റ്റിന്റെ അർത്ഥം. യഹോവയ്ക്ക് സമർപ്പിക്കുക, അവൻ നിന്റെ പാതയെ നേരെയാക്കും. കേട്ടോ, യഹോവയിൽ നിന്റെ നീതി അവിടെ കേൾക്കണം. അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. കർത്താവ് അത് കാര്യസാധ്യമാക്കി തരുമെന്ന്. നിന്റെ വഴി യഹോവയ്ക്ക് സമർപ്പിക്കുക, ബാക്കി കാര്യങ്ങൾ കർത്താവ് സാധ്യമാക്കി തരും. ബാക്കി പദ്ധതികൾ കർത്താവിൻ്റെയാ. മോശയോട് പറഞ്ഞു, നീ ചെങ്കടലിന്റെ നേരെ വടി നീട്ടിയാൽ മതി, ബാക്കി കാര്യം കർത്താവിൻ്റെയാ. യോർദാന്റെ തീരത്ത് കുറച്ച് പറഞ്ഞു, പുരോഹിതന്മാരുടെ കാലടികൾ വെള്ളത്തിൽ ഒന്ന് ചവിട്ടട്ടെ, ബാക്കി വഴിയുണ്ടാക്കുന്നത് കർത്താവിന്റെ പദ്ധതിയാ. യെരിഹോ മതിലിന്റെ ചുറ്റുമൊന്നും നടക്കാൻ നിയോഗിക്കപ്പെട്ടു 7 പ്രാവശ്യം. ഏഴാമത്തെ ദിവസം 7 പ്രാവശ്യം, മൊത്തം 13 പ്രാവശ്യം നടക്കാൻ നിയോഗിക്കപ്പെട്ടു. നടക്ക്, ബാക്കി ദൈവത്തിന്റെ കയ്യിലാണ്, ബാക്കി പദ്ധതികൾ ദൈവത്തിന്റെ കയ്യിലാണ്. അത് ദൈവിക പദ്ധതികൾ നമുക്ക് ഒരുക്കി വരിക. ഈ തോൽക്കൊല്ലരായ ശിമോന്റെ വീട്ടിൽ കൊർന്നൊല്യോസിന്റെ വീട്ടിലേക്ക് പത്രോസിനെ വിളിക്കപ്പെടുക, ആളയച്ച് വിളിക്കുക ഒരു ദർശനത്താൽ. അവിടെ ചെല്ലുക, ബാക്കി പ്രവൃത്തി പരിശുദ്ധാത്മാവിന്റെ കയ്യിലാണ്. ഫിലിപ്പിയ പട്ടണത്തിലേക്ക്, മാസിഡോണിയയിലേക്ക്, മെക്കോദോനിയയിലേക്ക് പൗലോസിനെ ശിലാസിനെ ഒരാൾ വന്ന് കൈകാട്ടി വിളിക്കുന്ന ഈ ദർശനം, ആ ദർശനത്തിനനുസരിച്ച് വഴി മുന്നോട്ട് നീങ്ങിക്കോ. അവിടെ ചെന്ന് ഫിലിപ്പിയൻ സഭയും അവിടുത്തെ ഒന്നാം വിശ്വാസി, അവിടുത്തെ ലുദിയയുടെ ഹൃദയം തുറക്കുന്നതും, ആ വെളിച്ചപ്പാടത്തിക്കാരി സ്ത്രീയെ 2ാം വിശ്വാസിയാക്കുന്നതും, 3ാമത് കാരാഗ്രഹ പ്രമാണി രക്ഷിക്കപ്പെട്ട് അവിടെ സഭ സ്ഥാപിക്കപ്പെടുന്നത്, ഇത് ദൈവത്തിന്റെ പദ്ധതിയാ. നിന്റെ വഴി യഹോവയ്ക്ക്. അത് കഴിഞ്ഞാ പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ. ദൈവത്തിൽ ആശ്രയിക്കണം, വഴി ദൈവത്തിന് സമർപ്പിക്കണം. മറ്റുള്ളവരെ നോക്കി അസൂയപ്പെടരുത്. വഴി ദൈവത്തിന് സമർപ്പിക്കുക. നിന്റെ എല്ലാ വഴിയും ദൈവത്തിന് സമർപ്പിക്കുക. യഹോവയിൽ തന്നെ ആശ്രയിക്കണം, യഹോവയിൽ മാത്രം ആശ്രയിക്കണം. ആ തന്നെ എന്നുള്ള വാക്കിന് ഓൺലി ടു അവർ ഗാഡ്, ദൈവത്തിൽ മാത്രം ആശ്രയിക്കണം. ആശ്രയിച്ചാൽ അടുത്ത വാക്ക് പറഞ്ഞത്, എന്നാൽ നിന്റെ നീതി പ്രഭാതം പോലെയും നിന്റെ ന്യായം മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. ഇത് ദൈവം പ്രകാശിക്കും. നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിക്കും. ഈ സൂര്യന്റെ തേജസ് വന്നാലേ നല്ല വെളിച്ചവും പ്രകാശവും ഒക്കെ ഉണ്ട്, നമ്മൾ രാത്രി നല്ല വെട്ടം കാണാം. പക്ഷെ ഈ പ്രകാശത്തിന് പ്രത്യേകത അറിയാമോ? ഈ പ്രകാശങ്ങളെല്ലാം ഉള്ളപ്പം സൂര്യൻ ഉദിച്ചു വന്ന് ആ ഉദിച്ചു വരുന്ന പ്രഭാതത്തിലെ ആ ശോഭയുണ്ടല്ലോ, അതിനകത്ത് ഈ ഇലക്ട്രിക് ലൈറ്റുകളും ഹാലജനും എല്ലാം അങ്ങ് കെട്ടുപോകും. രാത്രി നല്ല പ്രകാശമാണ്, പക്ഷെ അതെല്ലാം തളർന്നു പോകുന്ന ഒരു നീതി,
ആ പ്രകാശം, ആ നീതിയുടെ പ്രകാശം, അത് അത് പ്രഭാതം പോലെ. രണ്ട്, നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെ. എത്ര വലിയ വെളിച്ചം നിന്നാലും, ഒരു സ്റ്റേഡിയം മുഴുവൻ കത്തിക്കുന്ന വെളിച്ചം നിന്നാലും, മധ്യാഹ്നത്തിൽ സൂര്യന്റെ തേജസ്സിനകത്ത് അതെല്ലാം ഇല്ലാതെയായി പോകും എന്ന് പറഞ്ഞാൽ അത് കാണാതെയായി പോകും. അതുപോലെ നിന്റെ നീതിയെയും നിന്റെ ന്യായത്തെയും ദൈവം പ്രകാശിപ്പിക്കും. അതാ ദൈവിക പദ്ധതി. അത് ദൈവം പ്രകാശിപ്പിക്കും. ഹല്ലേലൂയ. അതൊരു വിശ്വാസത്തോടെ നിന്റെ നീതി അത് അത് തേഞ്ഞില്ലാതെയായി പോകത്തില്ല. ഇരുട്ട് അകത്തൊത്രക്ക പ്രകാശമുണ്ടെങ്കിലും ആ നീതി ഉദിച്ചു വരുന്ന സൂര്യൻ ഉദിച്ചു വരുമ്പോൾ വരുന്ന പ്രഭാതം പോലെ ഉയരും. രണ്ട്, നിന്റെ 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 ആ ന്യായമുണ്ടല്ലോ, ആരൊക്കെ താഴ്ത്തിക്കളഞ്ഞാലും ഇല്ലാതാക്കി കളഞ്ഞാലും സത്യം പുറത്തു വരുന്നത് പോലെ അത് ആ ന്യായം പുറത്തേക്ക് വരുമ്പോ മധ്യാഹ്നം പോലെ അത് മാത്രം പ്രകാശിച്ചിരിക്കും. ബാക്കിയുള്ളതെല്ലാം താണുപോകും. ആ വചനത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് ആശ്രയിക്കാം. നിന്റെ നീതിയെ അതേ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിനു മുൻപാകെ ജനത്തെ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. നിന്റെ നീതി അതേ പ്രഭാതം പോലെയും നിന്റെ ന്യായം മധ്യാഹ്നം പോലെയും പ്രകാശിക്കാൻ തക്കവണ്ണം അതെ അങ്ങനെ തന്നെ ജനത്തിന് ആ വചനം കൈമാറുന്നപ്പ സ്വർഗം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എവിടെയൊക്കെ താണുപോയാലും, എവിടേക്ക് ഇല്ലാതെ പോയാലും, ആരൊക്കെ ഒതുക്കിയാലും, ആരൊക്കെ ചവിട്ടി താഴ്ത്തി കളഞ്ഞിനി ഒരിക്കലും പൊങ്ങി വരത്തില്ലെന്ന് പറഞ്ഞാലും, ആ നീതിയും ന്യായവും ദൈവത്തിന്റെ തക്ക സമയത്ത് ബാക്കി എല്ലാത്തിന്റെയും മീതെ പൊങ്ങി വരുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തില് ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിയിരിക്കും. ഈ ദിവസം അനുഗ്രഹമാക്കും. കർത്താവ് കൂടെ നടക്കുന്നതിനായി സ്തോത്രം. വഴി പരമേൽപ്പിച്ചവരുടെ കരത്തിൽ കർത്താവ് പിടിച്ചിരിക്കാൻ നന്ദി പറയുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന ഇരിക്കാൻ സ്തോത്രം. എല്ലാ മാനമോഹത്തോടെ നിൽക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാല ചെറുകടിയിൽ മറക്കട്ടെ. താങ്ക് യു സോ മച്ച്.